പുറത്തെ ഇരുണ്ട ആകാശത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു. പുറത്ത് ആഘോഷങ്ങൾ നടക്കുന്നു, സംഗീതം മുഴങ്ങുന്നു. എന്നാൽ ആ രാജ്ഞിയുടെ ഉള്ളിൽ മാത്രം ഒരു വലിയ ചോദ്യം ഉയർന്നു: എന്റെ ഈ പണവും അധികാരവും കൊണ്ട് ഈ ലോകത്തിന് എന്തു ഗുണമാണ് ഉണ്ടായത്? യാത്രയുടെ തുടക്കം. അടുത്ത പ്രഭാതത്തിൽ സുബൈദ തീരുമാനിച്ചു, താൻ മക്കയിലേക്ക് ഹജ്ജിനു പോകുന്നു. സ്വർണപല്ലക്കിൽ ആയിരക്കണക്കിന് ഭടന്മാരുടെ അകമ്പടിയോടെയാണ് യാത്ര. എന്നാൽ മരുഭൂമിയിലേക്ക് കടന്നതോടെ ആഡംബരങ്ങൾ മാറിമറിഞ്ഞു. കൊടും ചൂട്, വീശിയടിക്കുന്ന മണൽക്കാറ്റ്. യാത്രാമധ്യേ അവൾ കണ്ട കാഴ്ചകൾ അവളെ ഞെട്ടിച്ചു. ദാഹം കൊണ്ട് പിടയുന്ന തീർത്ഥാടകർ, വഴിയോരങ്ങളിൽ വീണുകിടക്കുന്ന മൃഗങ്ങൾ, വെള്ളം കിട്ടാതെ ജീവൻ വെടിയുന്ന മനുഷ്യർ. ഒരു ദിവസം ഒരു കൊച്ചു പെൺകുട്ടി തന്റെ അമ്മയുടെ മടിയിൽ കിടന്നു വെള്ളത്തിനായി നിലവിളിക്കുന്നത് കണ്ടപ്പോൾ സുബൈദയുടെ നിയന്ത്രണം വിട്ടു. അവൾ തന്റെ സ്വർണപാത്രത്തിലെ വെള്ളം ആ കുട്ടിക്ക് കൊടുത്തു. പക്ഷേ ആ വെള്ളം ആ കുട്ടിയുടെ ദാഹം തീർക്കാൻ തികഞ്ഞില്ല. ആ നിമിഷം സുബൈദ ഒരു സത്യം തിരിച്ചറിഞ്ഞു: ഈ സ്വർണത്തിന് മരുഭൂമിയിൽ ഒരു വിലയുമില്ല. ദാഹിക്കുന്നവന് വേണ്ടതു വെള്ളമാണ്, സ്വർണമല്ല. മക്കയിലെ ദയനീയ അവസ്ഥ. മക്കയിൽ എത്തിയ സുബൈദ കണ്ടത് അതിലും ദയനീയമായ കാഴ്ചയായിരുന്നു. വിശുദ്ധ കഅബയെ വലം വെക്കുന്ന തീർത്ഥാടകർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. കിണറുകൾ വറ്റിയിരിക്കുന്നു. ആളുകൾ തുള്ളി വെള്ളത്തിനു വേണ്ടി പരക്കം പായുന്നു. സുബൈദ തന്റെ ഭർത്താവായ ഖലീഫ ഹാറൂൺ റഷീദിനെ വിളിച്ചുവരുത്തി. അവൾ പറഞ്ഞു: എനിക്ക് മക്കയിലേക്ക് ബാഗ്ദാദിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം. ഈ മരുഭൂമിയിലെ കഠിനമായ മലകൾ തുറന്ന് കനാൽ പണിയണം. ഖലീഫ ആദ്യം അത്ഭുതപ്പെട്ടു, പിന്നീട് തടഞ്ഞു. ഇതൊരു ഭ്രാന്തമായ ആശയമാണ് സുബൈദ. ലക്ഷക്കണക്കിന് ദിനാറുകൾ ചെലവാകും, വർഷങ്ങൾ എടുക്കും. മരുഭൂമിയിലെ പാറക്കെട്ടുകൾ തുരക്കുക എന്നത് അസാധ്യമാണ്. സംഘർഷം സ്വർണത്തേക്കാൾ വലുത്. പക്ഷേ സുബൈദ പിന്മാറിയില്ല. അവൾ പറഞ്ഞു: എന്റെ ഖജനാവിലുള്ള എല്ലാ സ്വർണവും നിങ്ങൾ എടുത്തോളൂ. എന്റെ ഓരോ വെട്ടിനും ഒരു സ്വർണ ദീനാർ ചിലവായാലും സാരമില്ല. ആ കനാൽ പൂർത്തിയാകണം. എഞ്ചിനീയർമാർ വന്നു. അവർ കണക്കുകൾ നിരത്തി. കിലോമീറ്ററുകളോളം മലകൾ, പാറകൾ. പക്ഷേ സുബൈദയുടെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. പണി തുടങ്ങി. ആയിരക്കണക്കിന് തൊഴിലാളികൾ ആ കഠിനമായ വെയിലത്ത് മലകൾ തുരക്കാൻ തുടങ്ങി. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. ഇടയ്ക്ക് ഖജനാവ് കാലിയായി. പലരും പറഞ്ഞു പണി നിർത്താൻ. എന്നാൽ സുബൈദ തന്റെ കഴുത്തിലെ ആഭരണങ്ങൾ, തന്റെ കിരീടം, കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള അമൂല്യവസ്തുക്കൾ എല്ലാം വിറ്റു. അവൾ കൊട്ടാരത്തിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് നിർമ്മാണ സ്ഥലത്ത് ഒരു സാധാരണക്കാരിയായി താമസം തുടങ്ങി. ഉദ്വേഗഭരിതമായ ക്ലൈമാക്സ്. പല പ്രതിസന്ധികളും വന്നു. മലയിടിഞ്ഞു വീണു. വെള്ളം കിട്ടാതെ തൊഴിലാളികൾ തളർന്നു. പലരും പണി ഉപേക്ഷിച്ചു പോയി. സുബൈദ ആ തൊഴിലാളികൾക്കൊപ്പം മണ്ണിൽ ഇരുന്നു. അവർക്ക് വെള്ളം കൊടുത്തു, ആത്മവിശ്വാസം നൽകി. നമ്മൾ ചരിത്രം കുറിക്കുകയാണ്, നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യമാണ് എന്ന് അവൾ അവരോട് പറഞ്ഞു. അവസാനം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു പ്രഭാതം വന്നു. മലയുടെ മറുവശത്തു നിന്ന് ഒരു ചെറിയ ഒച്ച കേട്ടു. വെള്ളത്തിന്റെ ശബ്ദം. മരുഭൂമിയിലെ വരണ്ട മണ്ണിലൂടെ നീരുറവകൾ ഒഴുകി വരാൻ തുടങ്ങി. വർഷങ്ങളായി ദാഹം തീരാത്ത മക്കയിലേക്ക് വെള്ളം കുത്തിയൊഴുകി. ജനങ്ങളുടെ കരച്ചിലും പ്രാർത്ഥനയും ആ മരുഭൂമിയിൽ അലയടിച്ചു. സമാപനം. സുബൈദ ആ കനാലിന്റെ കരയിൽ തളർന്നിരുന്നു. കൈയിൽ ആ വെള്ളം കോരിക്കുടിച്ചപ്പോൾ അവൾ ഒരു രാജ്ഞിയായിരുന്നില്ല, പകരം ലോകത്തിന് ജീവൻ നൽകിയ ഒരു വലിയ അമ്മയായിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇന്നും ആ കനാൽ അവിടെയുണ്ട്. നഹർ സുബൈദ അഥവാ സുബൈദയുടെ കനാൽ എന്ന് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും സമ്പന്നയായ സ്ത്രീയായിട്ടല്ല, ദാഹിക്കുന്നവന് വെള്ളം നൽകിയ ഒരു മനുഷ്യസ്നേഹിയായിട്ടാണ് കാലം സുബൈദയെ ഓർക്കുന്നത്. അധികാരം കൊണ്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ടാണ് അവൾ ലോകത്തെ ജയിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവുചെയ്ത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ആഡംബരങ്ങൾക്കിടയിലും ഹൃദയത്തിൽ ശൂന്യത അനുഭവിക്കുന്ന സുബൈദ. തന്റെ ഭർത്താവ് ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭരണതന്ത്രങ്ങളും കൊട്ടാരത്തിലെ അധികാര തർക്കങ്ങളും. സുബൈദയുടെ ദാനശീലത്തെ ചിലർ സംശയത്തോടെ കാണുന്ന രംഗങ്ങൾ. വഴിത്തിരിവ്, മരുഭൂമിയിലെ ദാഹം. സുബൈദയുടെ ഹജ്ജ് യാത്ര. യാത്രാമധ്യേ ദാഹം കൊണ്ട് മരിക്കുന്ന തീർത്ഥാടകരെ അവർ കാണുന്നു. ആ കാഴ്ച അവരുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നു. കൊട്ടാരത്തിലെ സ്വർണത്തേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് അവർ തിരിച്ചറിയുന്നു. ഭാഗം 3. സംഘർഷം
കനാലിന്റെ പ്രഖ്യാപനങ്ങൾ. ബാഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് ഒരു കനാൽ നിർമ്മിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അധികാരികളുടെ എതിർപ്പും പരിഹാസവും. ഇതൊരു അസാധ്യമായ കാര്യമാണ് എന്ന് എഞ്ചിനീയർമാർ പറയുന്നു. ഭർത്താവായ ഖലീഫയുമായിട്ടുള്ള തർക്കം പണം പാഴാക്കുന്നു എന്ന ആരോപണം. ക്ലൈമാക്സ് പോയിന്റ്: സുബൈദ തന്റെ എല്ലാ രത്നങ്ങളും ആഭരണങ്ങളും വിൽക്കാൻ തയ്യാറാകുന്നു. സ്വർണ്ണ നാണയങ്ങൾ വെട്ടി എറിഞ്ഞിട്ടാണെങ്കിലും പണി തുടരണം എന്ന് അവർ ആജ്ഞാപിക്കുന്നു. നിർമ്മാണം: കഠിനമായ അധ്വാനം. മലനിരകൾ തുറക്കുന്ന ദൃശ്യങ്ങൾ. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനം. സുബൈദ നേരിട്ട് സൈറ്റിൽ എത്തി തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. പ്രകൃതി ദുരന്തങ്ങളും സാങ്കേതിക തടസ്സങ്ങളും വരുന്നു, പക്ഷേ അവർ പിന്മാറുന്നില്ല. ഉപസംഹാരം: തെളിയുന്ന ഉറവ. കനാലിലൂടെ വെള്ളം ഒഴുകി വരുന്നു. മക്കയിലെ ജനങ്ങളുടെ ആനന്ദം. സുബൈദയുടെ മാറ്റം: അവർ വെറുമൊരു രാജ്ഞിയിൽ നിന്ന് ഒരു ജനകീയ നേതാവായി മാറുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ കനാൽ ചരിത്രത്തിന്റെ സാക്ഷിയായി നിൽക്കുന്ന ദൃശ്യങ്ങളോടെ സിനിമ അവസാനിക്കുന്നു. സിനിമാറ്റിക്കായി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ. വിഷ്വൽസ്: മരുഭൂമിയിലെ കഠിനമായ വെയിലും കൊട്ടാരത്തിലെ നിറപ്പകിട്ടും തമ്മിലുള്ള വ്യത്യാസം കളർ ഗ്രേഡിംഗ് കാണിക്കുക. സംഭാഷണങ്ങൾ: വളരെ ലളിതവും എന്നാൽ ആഴമുള്ളതുമായ സംഭാഷണങ്ങൾ നൽകുക. സംഗീതം: മരുഭൂമിയുടെ വിശാലതയും സംഘർഷവും പ്രതിഫലിപ്പിക്കുന്ന തരം മ്യൂസിക് ഉപയോഗിക്കുക. സുബൈദ രാജ്ഞി ബാഗ്ദാദിലെ കണ്ടു മരുഭൂമിയിലെ ദാഹം. ഉരുകും മനസ്സിലൊരു തീവ്രദാഹം, ജനങ്ങൾക്കു നൽകാൻ ഒരു ജീവജലം. ഖജനാവുകൾ വേണ്ടയ്ക്കിനി വേണ്ട ഈ സ്വർണത്തേക്കാൾ വലുതാണി